ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നാളെ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ശക്തമായ ഭാഷയിൽ അവിടെയുള്ള എല്ലാ കപ്പലുകളോടും, അവിടെ നിലവിലുള്ള എല്ലാ കപ്പലുകളോടും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ കടക്കരുത്, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിൽക്കുക എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ കടക്കാൻ ശ്രമിച്ച ഒരു കപ്പലിനെ ആക്രമിച്ച് ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു കപ്പലും ഒരു ഗതാഗതവും ഇപ്പോൾ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നടക്കുന്ന കപ്പലുകളെ ഇറാൻ ആക്രമിക്കും എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ലോകത്തിലെ 20% ഗ്യാസ് ആൻഡ് ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഈ മേഖല അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എത്രത്തോളമാണ് എന്നുള്ളത് നാളത്തെ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുക. പക്ഷേ അതിനും അപ്പുറത്ത് ഇന്നത്തെ ആക്രമണം കാരണം ഇറാനും ശക്തമായ ആക്രമണം നടത്തുമെന്ന് പറയുന്നു, അമേരിക്കയും ശക്തമായ ആക്രമണം നടത്തും എന്ന് പറയുന്നു. അപ്പോൾ ഇതുവരെ ഇറാന്റെ മിസൈൽ ഫെസിലിറ്റികളും അതുപോലുള്ള സംവിധാനങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ സംവിധാനങ്ങളെല്ലാമായിരുന്നു അമേരിക്ക ആക്രമിച്ചത് എങ്കിൽ ഇറാന്റെ ഓയിൽ ഫീൽഡുകളിലേക്ക് ആക്രമണം ഇസ്രായേലും അമേരിക്കയും വ്യാപിപ്പിക്കുമോ എന്നുള്ള ഒരു കാര്യം കണ്ടറിയേണ്ടതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാൻ തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങളിലെ ഓയിൽ ഫെസിലിറ്റികളുടെ മുകളിലും ആക്രമണം നടത്താനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. കാരണം ഇറാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഞങ്ങളുടെ ഓയിലുകളും വരുമാനവും ഇല്ലാതാക്കിയിട്ട് മറ്റുള്ളവർ അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കണ്ട എന്നുള്ള ഒരു കാര്യം ഇറാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്നുള്ളത് വളരെ തീവ്രമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് കപ്പലുകൾ നീങ്ങാൻ കഴിയില്ല, കപ്പലുകൾ നീങ്ങിയാൽ ഇറാൻ ആക്രമിക്കും എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു വശം. രണ്ടാമത്തെ ഒരു കാര്യം, ഇറാൻ ഇപ്പോൾ അമേരിക്കൻ കപ്പലുകളിലേക്ക് മ്യൂണീഷൻസ് എത്തിക്കുന്ന സപ്ലൈ ചെയിനിലുള്ള കപ്പലുകളെയും ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. കാരണം ഇറാൻ അത് കഴിഞ്ഞ അല്പം ഏകദേശം ഉച്ചയ്ക്ക് മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നു, ഞങ്ങൾ ഇനി ശക്തമായ തിരിച്ചടി നൽകുമെന്ന്. അതിനു മുൻപ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഇന്നലെ വൈകിട്ട് പറഞ്ഞിരുന്നു, അമേരിക്കയുടെ എല്ലാ കപ്പലുകളും, ആക്രമണ കപ്പലുകൾ അടക്കമുള്ള എല്ലാം ഞങ്ങളുടെ ആക്രമണ പരിധിയിലാണ് എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇപ്പോൾ സപ്ലൈ ചെയിനിലുള്ള ഒരു കപ്പലിനെ, അമേരിക്കയുടെ സപ്ലൈ ചെയിനിലുള്ള ഒരു കപ്പലിനെ കൂടി ഇറാൻ ആക്രമിച്ചു എന്ന് പറയുന്നത്.